എനിക്കന്ന് കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എന്നാലും അന്ന് ഇച്ചിരി പ്രശ്നമായിരുന്നു. വീട്ടിൽ മ്യൂസിക് സംഗീത കുടുംബം എന്ന് പറയത്തില്ല, അതിനകത്ത് നിൽക്കുന്നു. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ മ്യൂസിക് റിലേറ്റഡ് ഉള്ള ആൾക്കാർ. എനിക്ക് ഒരു വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി ഇപ്പൊ ഒന്ന് റിക്കവറായി ജസ്റ്റ് എന്റെ പരിപാടികളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടല്ലേ ലൈഫിലെന്ന് പറഞ്ഞാൽ. മ്യൂസിക്കില് നമുക്ക് ഒത്തിരി സ്വപ്നങ്ങള് ഉണ്ടല്ലോ. ഇങ്ങനെ കാരണം നോർമലി ഈ ഒരു ഫീൽഡിലോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം തന്നെ കുറച്ച് ഫിലിം സോങ്സ് വായിക്കുക, അങ്ങനെ ഷൈൻ ചെയ്യാന്നൊക്കെ അങ്ങനെ ആയിരിക്കും നമ്മുടെയൊക്കെ ഒരു നോർമലി ഉണ്ടാവുന്നത്. പക്ഷെ ഇത് ബേസ് ഉറപ്പിക്കുക, എന്നിട്ട് മാത്രം അങ്ങനെ ചെയ്യാ, അതൊരു ക്ഷമ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. റീസെന്റ് നമ്മൾ ബാലിച്ചേട്ടനെ ഒരു ചാനലിൽ കണ്ടായിരുന്നു, അമൃത ടിവിയിൽ. അടിപൊളി പെർഫോമൻസ്. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. ഒരു എന്താ പറയുക, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ കാണാൻ പറ്റി. എന്റെ ചേട്ടന്റെ പേര് നന്ദഗോപാലനാണ്, നന്ദു എന്ന് വിളിക്കും. ആ സമയത്ത് എന്നെ ചന്തു എന്നാണ് വിളിച്ചോണ്ടിരുന്നത്, നന്ദും ചന്തു. ചിലപ്പോ ചന്ദഗോപാൽ പറ്റാത്തോണ്ടായ പറയാൻ പറ്റില്ല.